എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 6ാമത്തെ സർഗത്തിലെ 17 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അയോധ്യ നഗരിയുടെ വർണ്ണന തന്നെയാണ് കവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സമ്പൂർണമായിട്ടുള്ള പേരെങ്ങനെയാണോ അതുപോലെ തന്നെ അത് അടുത്ത ഒരു ശ്ലോകത്തിലാണ്, അടുത്ത ദിവസത്തെ ശ്ലോകത്തിലാണ് പറയണത്. ആരെക്കൊണ്ടും കീഴടക്കാൻ പറ്റാത്തവൾ, അതായത് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റാത്തൊരു രാജ്യമായി തന്നെയായിരുന്നു അയോധ്യ എന്ന ആ വാക്കിൻ്റെ അർത്ഥം പോലെ അതുപോലെ തന്നെയായിരുന്നു അയോധ്യ ശോഭിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സൗകര്യങ്ങൾ, എന്തെല്ലാം സന്നാഹങ്ങൾ, എന്തെല്ലാം കരുതലുകൾ ആ രാജ്യത്തിലുണ്ടായിരുന്നു, രാജാക്കന്മാരെങ്ങനെയായിരുന്നു ഭരിച്ചിരുന്നത് എന്നുള്ളതൊക്കെയാണ് പറയണത്. അവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരൊക്കെ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അവിടെ ആ ഒരു ക്രമത്തിൽ എങ്ങനെയാണ് ജീവിതം പോയിരുന്നത് എന്നൊക്കെയാണ് പറയാൻ പോണത്. നമുക്ക് ആദ്യം 17ാമത്തെ ശ്ലോകം നോക്കാം. വർണ്ണേഷ്വഗ്രചതുർത്ഥേഷു ദേവാതിഥിപൂജകാഃ കൃതജ്ഞാശ്ച വദാന്യാശ്ച ശൂരാ വിക്രമസംയുതാഃ. വർണ്ണേഷു, ആ രാജ്യത്തിൽ അയോധ്യയിൽ പലതരത്തിലുള്ള വർണ്ണങ്ങളുണ്ടായിരുന്നു. പലതരത്തിലുള്ള ജാതികൾ, പ്രവൃത്തി കർമ്മം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ജാതികളുണ്ടായിരുന്നു. അവരിൽ അഗ്രചതുർത്ഥേഷു, ഏറ്റവും മുകളിലുള്ളതായ 4 ജാതികൾ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ. വർണ്ണചതുഷ്ടയത്തിൽ പെടുന്നവരെല്ലാവരും തന്നെ ദേവതാതിഥി പൂജകാഹ, അവർ ദേവന്മാരെയും അതിഥികളെയും ഒക്കെ നല്ലവണ്ണം പൂജിക്കാൻ താല്പര്യമുള്ളവരായിരുന്നു, പൂജ സ്വഭാവമുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് കുട്ടിക്കാലത്ത് മുതലേ അത് ആരംഭിച്ചിട്ട് അവരെല്ലാവരും തന്നെ വളരെ മാന്യമായ മര്യാദകളോടുകൂടി ജീവിച്ചിരുന്നവരായിരുന്നു. അതാണ് ദേവത അതിഥി പൂജകാഹ. ദേവതകളെയും അതിഥികളെയും പൂജിക്കാൻ അവർക്ക് അറിയാമായിരുന്നു, ആ ഒരു സ്വഭാവമുള്ളവരായിരുന്നു. മാത്രമല്ല കൃതജ്ഞാശ്ച, കൃതജ്ഞന്മാരായിരുന്നു, നന്ദിയുള്ളവരായിരുന്നു, വന്ന വഴി മറക്കാത്തവർ. നമുക്കെന്തെങ്കിലും സഹായം ചെയ്ത് തന്നിട്ടുള്ളവരെ നിഷ്കരുണം മറക്കുന്ന ആൾക്കാരാണ് പൊതുവെ എല്ലാ ദിക്കിലും ഉണ്ടാവുക, എല്ലാ കാലത്തും, ഇന്നത്തെ കാലത്ത് വളരെ അധികവും. പക്ഷേ അയോധ്യയിലെ ജനങ്ങൾ അങ്ങനെയായിരുന്നില്ല. കൃതജ്ഞാഹ, അവർ പണ്ടൊരിക്കൽ ചെയ്തതിനെ ഓർക്കുന്നവരായിരുന്നു, അതാണ് കൃതജ്ഞാഹ. മാത്രമല്ല വദാന്യാശ്ച, വദാന്യന്മാരെന്ന് പറഞ്ഞാൽ ഉദാരമതികൾ, മറ്റുള്ളവർക്ക് എന്തും നൽകാൻ ഒരു പ്രയാസവും ഇല്ലാത്തവർ, അവരെയാണ് വദാന്യന്മാരെന്ന് പറയാം. അങ്ങനെ ദാനധർമ്മങ്ങൾ ഉള്ളവരായിരുന്നു. മാത്രമല്ല അവരങ്ങനെയൊക്കെയാണെന്നുള്ളത് കൊണ്ട് മഹാപാവങ്ങളൊന്നുമല്ല, അവർ ശൂരന്മാരും വീരപരാക്രമികളൊക്കെ തന്നെയായിരുന്നു. അതാണ് ശൂരാഹ വിക്രമസംയുതാഹ. എന്നാൽ മറ്റാരെങ്കിലും വന്ന് ആക്രമിക്കുകയോ രാജ്യമോ വസ്തുവകകളൊക്കെ തട്ടിപ്പറിക്കാൻ പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുന്നതിന് ശക്തിയുള്ളവരുമായിരുന്നു. ഒരേ സമയം വളരെ മര്യാദയുള്ളവരും എന്നാൽ തൻ്റെ കഴിവിൽ നല്ല ഉറച്ച വിശ്വാസം, വീര സ്വഭാവം അല്ലെങ്കിൽ ധൈര്യം ഒക്കെ ഉള്ളവരായിരുന്നു എന്നാണിവിടെ കവി പറയണത്. ഇനി കുറച്ചുകൂടി അവിടുത്തെ നരന്മാരെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 18ാമത്തെ ശ്ലോകം നോക്കാം. ദീർഘായുഷോ നരാ സർവേ ധർമ്മം സത്യം ച സംശ്രിതാഃ സഹിതാഃ പുത്രപൗത്രൈശ്ച നിത്യം സ്ത്രീഭിഃ പുരോത്തമേ. പുരോത്തമേ, ആ ഉത്തമമായ പുരത്തിൽ, ശ്രേഷ്ഠമായിട്ടുള്ള നഗരത്തിൽ, നരാഹ സർവേ, എല്ലാ ജനങ്ങളും, എല്ലാ പുരുഷന്മാരും എന്നാണ് പറയണത്. പുരുഷന്മാരെന്ന് എടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ താഴെ അവരുടെ സ്ത്രീകളോട് കൂടി ചേർന്ന് ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നര എന്നുള്ള പദത്തിന് പുരുഷൻ എന്ന് തന്നെ അർത്ഥം എടുക്കുന്നത്. മനുഷ്യരെന്നുള്ള അർത്ഥത്തിലും ആ വാക്ക് പറയാറുണ്ട്. അവരെല്ലാവരും തന്നെ ദീർഘായുഷ, നല്ല ദീർഘമായ ആയുസ്സുള്ളവരായിരുന്നു. അവർക്ക് ആയുർദൈർഘ്യം നല്ലവണ്ണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സൽസ്വഭാവികളാണ്, ചീത്തത്തങ്ങളൊന്നുമില്ല, ദുസ്വഭാവങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നല്ല ആരോഗ്യവും അതുപോലെ തന്നെ ദീർഘമായിട്ടുള്ള ആയുസ്സും ഉണ്ടാകും. മാത്രമല്ല സത്യം ധർമ്മം ച സംശ്രിതാഹ, അങ്ങനെയുള്ളവർ, സത്യത്തിൻ്റെ പാതയിലൂടെ പോകുന്നവർ, ധർമ്മത്തിൻ്റെ പാതയിൽ പോകുന്നവർക്കൊക്കെ ആയുസ്സും ആരോഗ്യമൊക്കെ കുറച്ചുകൂടി ഉണ്ടാവും. അത് വെറുതെ പറയണതല്ല. ഈ സത്യത്തിൻ്റെ മാർഗം എന്ന് പറയുമ്പോൾ അവിടെ ചീത്ത കൂട്ടുകെട്ടുകൾ ഇല്ലാതെയാവും. മദ്യം, അതുപോലെ പണം വച്ചിട്ടുള്ള കളികൾ, ധൂർത്ത് തുടങ്ങിയിട്ടുള്ളതിലൊക്കെ ചെന്ന് പെട്ടാൽ അവർ, ആ കൂട്ടത്തിൽ പെട്ടവരൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റില്ല.
ആക്രമണങ്ങൾ ഉണ്ടാവാം, അതോടുകൂടി വധവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊല്ലും കൊലയൊക്കെ നടക്കണ കേന്ദ്രങ്ങളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതിലൊന്നും പോയി പെട്ടിട്ടില്ല വെച്ചാൽ തന്നെ ആയുസ് സാമാന്യമായിട്ടൊക്കെ കിട്ടും. ഇനി ആരോഗ്യം എന്ന് പറയണത് ഈ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ, പഴകിയത് ചീഞ്ഞതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ സ്വന്തമാക്കുന്നത് എപ്പോഴും ആരോഗ്യവും ആയുസ്സും തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനൊക്കെ കൂടി വേണ്ടി തന്നെയാണ് സത്യവും ധർമ്മവും ഒക്കെ വേണം എന്ന് ആവർത്തിച്ച് പറയണത്. അല്ലാതെ ഇതൊരു പിന്നാക്കം പോക്കല്ല. മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നത് അവരവർക്ക് തന്നെ നന്നാവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി ഇവിടെ നിന്ന് അയോധ്യാവർണ്ണനയിൽ കൂടെ നമുക്ക് വാൽമീകി മഹാകവി നൽകുന്നുണ്ട്. സത്യവും ധർമ്മവും ആശ്രയിച്ച് ജീവിക്കുന്ന നരന്മാർക്കൊക്കെ നല്ല ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് അവരുടെ പുത്രന്മാരോടും പൗത്രന്മാരോടും അവരുടെ മക്കളോട് ഒക്കെ കൂടിയിട്ട്, അതാണ് പുത്രന്മാരോട് പൗത്രന്മാരോട് കൊച്ചുമക്കളോടും കൂടിയിരിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും ഉണ്ടായിരുന്നു. അതാണ് സ്ത്രീകളോട് കൂടി ചേർന്ന് നിത്യം എല്ലാ കാലത്തും, അതായത് ഒരു തലമുറ നീങ്ങിയാലും അടുത്ത തലമുറയും അങ്ങനെ തന്നെയായിരുന്നു. അവരവരുടെ കുടുംബാംഗങ്ങളോട് കൂടിയിട്ട് സ്ത്രീകളുണ്ടായിരുന്നു. അതിൽ ഭാര്യമാർ, അമ്മമാർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥ പോലെയുള്ളൊരു കാര്യമാണ് പറയണത്. അതുപോലെ തന്നെ മക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് തന്നെയായിരുന്നു അവിടുത്തെ പുരുഷന്മാർ ജീവിച്ചിരുന്നത്. അയോധ്യയിൽ ആ സമ്പദ് സമൃദ്ധിയുടെ മറ്റൊരു മുഖമാണ് പറഞ്ഞത്. നമുക്ക് 19ാമത്തെ ശ്ലോകം നോക്കാം. ക്ഷത്രം ബ്രഹ്മമുഖം ചാസീത് വൈശ്യാക്ഷത്രമനുവ്രതാഃ ശൂദ്രാ സ്വകർമ്മനിരതാ സ്ത്രീൻ വർണ്ണാനുപചാരിണ. ക്ഷത്രം ബ്രഹ്മമുഖം ആസീത്. ക്ഷത്രം എന്നുള്ളത് കൊണ്ട് ക്ഷത്രിയന്മാരെന്നർത്ഥം. രാജാക്കന്മാരൊക്കെ ബ്രഹ്മമുഖം എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണർക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു ക്ഷത്രിയന്മാർ. അതായത് ബ്രാഹ്മണർ പഠിച്ചിട്ടുള്ളവരാണ്. രാജ്യം മുമ്പാക്കം നടക്കണമെങ്കിൽ അവരുടെ ആശയങ്ങൾ, അവരുടെ ഉപദേശങ്ങളൊക്കെ ആവശ്യമാണ്. ബ്രാഹ്മണരോട് ചോദിക്കാതെ ക്ഷത്രിയന്മാരൊന്നും ചെയ്തിരുന്നില്ല. ക്ഷത്രം ബ്രഹ്മമുഖം ചാസീത് വൈശ്യാഹ ക്ഷത്രമനുവ്രതാഃ. അതുപോലെ വൈശ്യന്മാർ ക്ഷത്രിയന്മാരോടും പല കാര്യങ്ങളും ചോദിച്ചിട്ടാണ് മുമ്പാക്കം പോയിരുന്നത്. ഒരാളെ അനുവ്രതന്മാരെന്ന് വെച്ചാൽ അതിന് തൊട്ട് പിന്നാലെ പോവുക, അനുസരിക്കുക, പറഞ്ഞത് കേൾക്കുക എന്നൊക്കെ അർത്ഥം. അതാണ് വൈശ്യാ ക്ഷത്രമനുവ്രതാഃ. അടുത്തത് ശൂദ്രാഹ സ്വകർമ്മനിരതാഃ. ഇനി ഈ ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ എന്നുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയുള്ളവരെ ശൂദ്രന്മാരാണ്. അവരെന്താ ചെയ്തിരുന്നത്? സ്വകർമ്മനിരതാഃ. അവരവരുടെ കർമ്മങ്ങളിൽ നിരതരായിരുന്നു. എങ്ങനെ? ത്രീൻ വർണ്ണാനുപചാരിണ ശൂദ്രാഹ സ്വകർമ്മനിരതാഃ ആസീത്, അല്ലെങ്കിൽ ആസൻ, ഇവിടെ ബഹുവചനം പറയണം. 3 വർണ്ണങ്ങളെയും തങ്ങൾക്ക് മീതെയുള്ളതായ ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ഉപചരിച്ചുകൊണ്ട് അഥവാ അവരെ സേവിച്ചുകൊണ്ട് ശൂദ്രരും വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ ജീവിച്ചു പോന്നു. അവരും വളരെ തൃപ്തരായിരുന്നു എന്നർത്ഥം. അപ്പോൾ 4 വിധം ജാതികളെ പറ്റിയിട്ടും ഇവിടെ പരാമർശമുണ്ടായി. രാജ്യത്തിൻ്റെ പൊതുവെയുള്ള നല്ല നടപ്പിന്, മുന്നാക്കമുള്ളതായ ജീവിതത്തിന് എല്ലാവരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചതെന്ന് മാത്രം. സാധേനേക്ഷ്വാകുനാഥേന പുരീ സുപരിരക്ഷിത യഥാ പുരസ്താൻ മനുനാ മാനവേന്ദ്രേണ ധീമതാ. യഥാ ധീമതാ മാനവേന്ദ്രേണ മനുനാ പുരസ്താത്. എപ്രകാരമായിരുന്നു മാനവേന്ദ്രൻ വലിയൊരു രാജാവായിരുന്നു. അതാരാണ്? മനു എന്നു പേരുള്ള രാജാവിനാൽ. ധീമത, നല്ല സത്യസന്ധനും അതുപോലെ തന്നെ ബുദ്ധിശാലിയുമൊക്കെ ആയിരുന്ന മനു എന്നു പേരുള്ള രാജാവിനാൽ പുരസ്താത്, പണ്ട് എങ്ങനെയായിരുന്നോ ഭരിച്ചിരുന്നത് അതുപോലെ തന്നെയായിരുന്നു സാ പുരി, ആ അയോധ്യാപുരി, തേന ഇക്ഷ്വാകുനാഥേന സുപരിരക്ഷിത. ഇക്ഷ്വാകുനാഥനായിട്ടുള്ള ദശരഥനാൽ ആ അയോധ്യാപുരി പരിപാലിക്കപ്പെട്ടത്. എങ്ങനെയാണോ മനു ഈ രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും ഭരിച്ചത്, അപ്രകാരം തന്നെയായിരുന്നു
അത് പ്രജാപതി വലിയൊരു ഭാഗം വലിയൊരു ലോകം ഭരിക്കുന്നത് പോലെ രാജാവ് തൻ്റെ രാജ്യത്തിനെ, അയോധ്യ എന്നു പേരുള്ള രാജ്യത്തിനെ ഭരിച്ചു. ദശരഥൻ എന്നു പേരുള്ള രാജാവ്, ഇക്ഷ്വാകുനാഥൻ എന്നുള്ളത് കൊണ്ട് ഇക്ഷ്വാകു വംശത്തിലെ ഇപ്പോഴത്തെ രാജാവായിട്ടുള്ള ദശരഥൻ എന്നർത്ഥം. അങ്ങനെ ദശരഥനാൽ സുപരിപാലിതമായിരുന്നു അയോധ്യ നഗരം. എന്നിട്ട് അവിടുത്തെ ജനങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ യോദ്ധാക്കളെ പറ്റിയിട്ട് പറയാണ്. യോധാനാം അഗ്നികൽപ്പാനാം പേശലാനാം അമർഷിണാം സമ്പൂർണാകൃതവിദ്യാനാം ഗുഹാകേസരിണാമിവ. അവിടുത്തെ യോദ്ധാക്കളാകട്ടെ അവരെങ്ങനെയായിരുന്നു? അഗ്നികൽപ്പാനാം യോധാനാം, അഗ്നികൽപ്പന്മാർ, അഗ്നി പോലെയായിരുന്നു, തീ കത്തുന്നത് പോലെ, അത്രയ്ക്ക് ശക്തിയായിരുന്നു അവർക്ക്. അതായത് പെട്ടെന്ന് പ്രതികരിക്കുക, ആളി പടരതൊക്കെയാണല്ലോ അഗ്നിയുടെ സ്വഭാവം. അതേപോലത്തെ സ്വഭാവമായിരുന്നു അവിടുത്തെ യോദ്ധാക്കൾക്ക് എന്നാണ് പറയണത്. പെട്ടെന്ന് പ്രതികരിക്കുക, അതായത് ആരെങ്കിലും എന്തെങ്കിലും ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉടനെ തന്നെ പ്രതിപ്രവർത്തനം ഉണ്ടാവും. അതുണ്ടെന്ന് മാത്രമല്ല, പക്ഷെ അവർ വളരെ മൃദുശീലന്മാരുമായിരുന്നു. അതാണ് അടുത്ത വാക്ക്. അതേപോലെ തന്നെയാണ് പറയണത് പേശലന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരൊറ്റ മുഖമേ ഉള്ളൂ. അവർക്ക് ഒരു കളി തമാശകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വേണ്ട കാര്യങ്ങൾക്ക് അവിടെ നല്ല നടപടികളും ധീരോദാത്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കാണുകയും ചെയ്യാം. വളരെ സുതാര്യമായിരുന്നു അവർ, സത്യസന്ധന്മാരായിരുന്നു. അതാണ് പേശലന്മാർ, നർമ്മഭാഷികൾ, എല്ലാവരുമായിട്ട് ഇടപഴകാൻ പറ്റണവർ, അങ്ങനെയൊക്കെയുള്ളവരായിരുന്നു. ഒപ്പം തന്നെ നല്ല മിടുക്കന്മാരുമായിരുന്നു. അഗ്നിക്ക് തുല്യമായിട്ട് അഗ്നികൽപ്പന്മാരായിരുന്നു. അമർഷികൾ നല്ല ദേഷ്യമുള്ളവരായിരുന്നു. ദേഷ്യം അടക്കി വയ്ക്കുക, ഒതുക്കി വയ്ക്കുക, ആവശ്യമുള്ള സമയത്ത് പുറത്തേക്ക് എടുക്കുക, അങ്ങനെയുള്ള നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള യോദ്ധാക്കളും ആ പ്രദേശത്തുണ്ടായിരുന്നു. അവരെ കൊണ്ടൊക്കെ പരിരക്ഷിക്കപ്പെട്ടതായിട്ടുള്ള അയോധ്യാനഗരം സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ യോദ്ധാക്കളോട് കൂടി ചേർന്ന ധാരാളം യോദ്ധാക്കളുള്ളതായ ആ അയോധ്യ എന്നുള്ള നഗരം. അതാണ് കൃതവിദ്യാനാം യോധാനാം അഗ്നികൽപ്പാനാം പേശലാനാം അമർഷിണാം യോധാനാം സമ്പൂർണ്ണ. അങ്ങനെയൊക്കെയുള്ള യോദ്ധാക്കളാൽ സമ്പൂർണമായിട്ടുള്ള ആ അയോധ്യ നഗരി കേസരിനാം ഗുഹ ഇവ പരിരക്ഷിത. കേസരികളാൽ സംരക്ഷിക്കപ്പെട്ട ഗുഹ എന്നതുപോലെ. കേസരി എന്ന് പറഞ്ഞാൽ സിംഹങ്ങളാണ്. സിംഹങ്ങൾ പാർക്കണ ഗുഹ എന്ന് പറഞ്ഞാൽ ആ ഗുഹയുടെ അടുത്തേക്കൊന്നും ആരും വരില്ല. അടുത്തേക്കെന്നൊന്നും പറയണ്ട, ആ പരിസരത്തൊന്നും ആരും ഉണ്ടാവില്ല. അത്ര ശക്തിമാന്മാരാണ്, ആക്രമണകാരികളാണ്. അതുപോലെയുള്ള ഭടന്മാരായിരുന്നു, യോദ്ധാക്കളായിരുന്നു അയോധ്യയ്ക്ക് ഉണ്ടായിരുന്നത്. ആ യോദ്ധാക്കൾ അവിടെ വലിയൊരു സംരക്ഷണ വലയം തന്നെ തീർത്തത് കൊണ്ട് ശത്രുക്കൾക്കൊന്നും അവിടേക്ക് വരാൻ തന്നെയുള്ള ചെറിയൊരു ചിന്ത പോലും ഉണ്ടായില്ല. ധൈര്യം എന്നല്ല, ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പരിരക്ഷിതയായിരുന്നു അയോധ്യ എന്ന് പറഞ്ഞാണ് 21ാമത്തെ ശ്ലോകം തീരണത്. ഇനി അവിടെ ഉണ്ടായിരുന്ന കുതിരകളെയും അതുപോലെ ആനകളെ പറ്റിയിട്ടൊക്കെയുള്ള വർണ്ണനകളാണ്. അത് അടുത്ത ദിവസത്തെ ശ്ലോകത്തിൽ നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. വർണ്ണേഷ്വഗ്രചതുർത്ഥേഷു ദേവാതിഥിപൂജകാഃ കൃതജ്ഞാശ്ച വദാന്യാശ്ച ശൂരാ വിക്രമസംയുതാഃ ദീർഘായുഷോ നരാः സർവേ ധർമ്മം സത്യം ച സംശ്രിതാഃ സഹിതാഃ പുത്രപൗത്രൈശ്ച നിത്യം സ്ത്രീഭിഃ പുരോത്തമേ ക്ഷത്രം ബ്രഹ്മമുഖം ചാസീദ് വൈശ്യാ ക്ഷത്രമനുവ്രതാ ശൂദ്രാ സ്വകർമ്മനിരതാ സ്ത്രീൻ വർണ്ണാനുപചാരിണ സാധേനേക്ഷ്വാകുനാഥേന പുരീസു പരിരക്ഷിത യഥാ പുരസ്താന്മനുനാ മാനവേന്ദ്രേണ ധീമതാ യോധാനാമഗ്നികൽപ്പാനാം പേശലാനാമർഷിണാം സമ്പൂർണ്ണ കൃതവിദ്യാനാം ഗുഹാകേസരിണാമിവ. അങ്ങനെ രാജാവിൻ്റെ യോദ്ധാക്കൾ, അവിടുത്തെ ജനങ്ങൾ, അവരെല്ലാവരും ഒരേപോലെ ദത്തശ്രദ്ധരായിരുന്നു രാജ്യത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അത് വളരെ ശക്തമായിട്ടുള്ളൊരു രാജ്യമായിട്ട് നിലകൊണ്ടു എന്നാണ് പറയണത്. ബാക്കി വിഷയങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇന്നത്തെ സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.